ഇത് ഇന്നലെ രാവിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്നലെ രാവിലെ കുറച്ച് നേരത്തെ ഏറ്റവും രാവിലെ തന്നെ ചെടിയുടെയൊക്കെ അടുത്തൊന്നൊന്ന് നോക്കാൻ സമയം കിട്ടിയായിരുന്നു. അല്ലെങ്കിൽ ഞാൻ കണ്ണനെ അംഗനവാടി വിട്ടിട്ട് വന്നിട്ടാണ് ഇതൊക്കെ നോക്കുന്നത്. എല്ലാ ദിവസവും വന്ന് നോക്കണം, എന്തെങ്കിലും പൂ വിരിഞ്ഞോ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടായെന്ന് അറിയാനാണ് ഈ വന്നത്. ഇപ്പം നമ്മുടെ ജമന്തിക്കൊക്കെ തന്നെ മുട്ടിട്ടിട്ടുണ്ട്. പിന്നെ പുതിയൊരു കാക്കപ്പൂവും വിരിഞ്ഞിട്ടുണ്ട്. അതെന്ത് കളറാണെന്ന് അറിയാൻ ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോഴത്തേനും നമ്മുടെ ആൾ എണീറ്റ് വന്ന് നിൽപ്പുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നേരം പുള്ളീനെ പുഞ്ഞാരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പുള്ളീനെ കൊണ്ടേ കളിക്കാനിരുത്തി. അത് കഴിഞ്ഞ് ബാക്കി നമ്മുടെ പണിയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. ഇവിടെ ഈ സമയമാകുമ്പോൾ എനിക്ക് തുടങ്ങിയാൽ മതി എൻ്റെ പണിയൊക്കെ കഴിയാനായിട്ട്. അങ്ങനെ രാവിലെ പുട്ടാണ് ഉണ്ടാക്കണം. അതിന് വേണ്ടി പൊടി നനക്കുവാണ്. ഞങ്ങളിവിടെ അപ്പപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്, പുട്ടുപൊടി അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ രാവിലെ എന്തെങ്കിലും പാട്ടൊക്കെ വെക്കും. കൂടുതലും ഇങ്ങനത്തെ ഭക്തിഗാനമൊക്കെ തന്നെ വെക്കണം. ജ്ഞാനപ്പാനയോ അല്ലെങ്കിൽ ഹരിനാമകൃതം, ഇത് രണ്ടുമാണ് ഞാൻ മെയിനായിട്ടും വെക്കണം. അതൊക്കെ കേട്ട് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വല്ലാത്തൊരു സമാധാനം ഉണ്ടാവും മനസ്സിന്. അങ്ങനെ കറിയെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാം സ്പീഡ് പണിയായിരിക്കും, നല്ല പെട്ടെന്നെല്ലാം പണിയൊക്കെ കഴിഞ്ഞ് കിട്ടും. പിന്നെ ഈ കറിയൊക്കെ തളിച്ച് കഴിയുമ്പോൾ എണ്ണ വീഴുമല്ലോ, എനിക്കത് അപ്പം തന്നെ തോത്തില്ലേ എന്തോ പോലെ തോന്നും. മനസ്സിനൊരു വല്ലാത്ത എന്താ പറയുക, ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കും മനസ്സിനെ ഇങ്ങനെ. ഇടയ്ക്ക് കൈയൊക്കെ പൊള്ളും, എന്നാലും പിന്നെയും തൂക്കും. പിന്നെ കണ്ണന് ചെയ്യുന്ന ദോശയാണ്. പുള്ളിക്ക് ഞാൻ അങ്ങനെ പുട്ട് കൊടുക്കാറില്ല, ദോശ തന്നെ ആയിരിക്കും മെയിനായിട്ട് കൊടുക്കാറ്. ആളുടെ തന്നെ കഴിച്ചോളാന്ന് പറഞ്ഞ് അതോടെ തടപ്പം ഇരിപ്പുണ്ട്. പിന്നെ ചായയൊക്കെ കൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ രാവിലത്തെ പണി ഏകദേശം കഴിയും. പിന്നെ ഞാൻ കുറച്ച് 10 മണീൻ്റെ കൊമ്പ് എടുക്കാൻ പോയായിരുന്നു. എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു കൂട്ടുകാരത്തി എന്നോട് ചോദിച്ചായിരുന്നു കുറച്ച് 10 മണിയുടെ കൊമ്പ് കൊടുക്കാനായിട്ട്. അപ്പം അച്ഛൻ രാവിലെ പോകുമ്പോൾ അച്ഛൻ്റെ കൊടുത്തു വിട്ട് ആ വഴി കൊടുത്തോളും. മഴ ചെയ്തുകൊണ്ട് തന്നെ എല്ലാ കളറും വിരിഞ്ഞിട്ടുമില്ലായിരുന്നു. അതുകൊണ്ട് ഏതൊക്കെയാണെന്ന് അറിയത്തില്ല. കിട്ടിയ കൊമ്പെല്ലാം ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. കണ്ണൻ്റെ അവിടെ അക്കേനാക്കാൻ പോയിട്ടുണ്ട്. പിന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബായ്.